ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ലൈഫ് കെമിസ്ട്രി. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ എൻവയോൺമെന്റിന്റെ അല്ലെ പ്രകൃതിയുടെ അല്ലെങ്കിൽ നേച്ചറിന്റെ പരിസ്ഥിതിയുടെ അവസ്ഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു പിക്ചറിന് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ കീറി മുറിച്ച് നോക്കാന്നൊക്കെ പറയുന്ന പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെന്ന് നോക്കാം അല്ലെ. എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള അൺസയന്റിഫിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ്, അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളാണ് മനുഷ്യൻ നടത്തിയിട്ടുള്ളത് നോക്കിയാലോ? ഇവിടെ നോക്കിക്കോ. ഫസ്റ്റ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് എന്താ? ഒരു പുഴയുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്ന ആ റിവറിൽ കുറേ പ്ലാസ്റ്റിക്സും അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയേ, ഒരുപാട് വേസ്റ്റ് വസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? റിവർ പൊല്യൂഷൻ അല്ലേ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ അല്ലേ? റിവർ എന്ന് പറഞ്ഞാൽ വാട്ടർ ബോഡിയാണ് അല്ലെ. വെള്ളം നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ സ്രോതസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ നടക്കുന്നത് എന്താണ്? വാട്ടർ പൊല്യൂഷൻ ആണ്, അഥവാ എന്താന്ന് പറയാം? ജലമലിനീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാം. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ തന്നാണ് നോക്കിയേ. ഒരു എക്സ്കവേറ്ററിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു JCBയുടെ സഹായത്തോടെ മണ്ണൊക്കെ ഇങ്ങനെ കുഴിച്ചു മാറ്റുന്നുണ്ട് അല്ലെ. അതായത് മലകളൊക്കെ നശിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന് പറയാം ഡിഗിങ് ദ മൗണ്ടെയിൻസ്. എന്ത് ചെയ്യാ? മൗണ്ടെയിൻസിനെ, കുന്നുകളെയൊക്കെ എന്ത് ചെയ്യാ? തുരന്ന് വെക്കുക അല്ലെ. അല്ലെങ്കിൽ അതിൽ നിന്ന് മണ്ണെടുക്കുക എന്നൊക്കെ പറയാം. കുന്നുകളിൽ നിന്ന് എന്തെടുക്കുക? മണ്ണെടുക്കലാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പറയാം അല്ലെ. ഇനി അടുത്തത് നോക്കിയേ. അടുത്ത ചിത്രത്തിൽ ഒരുപാട് വാഹനങ്ങൾ കണ്ടോ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരാളെ വീട്ടിൽ തന്നെ 3 ആൾക്കാരുണ്ടെങ്കിൽ ആ 3 ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള വണ്ടികൾ ഉണ്ടാവും അല്ലെ, വാഹനങ്ങൾ ഉണ്ടാവും. ഒരാൾക്ക് സ്കൂട്ടർ ഉണ്ടാവാം, ഒരാൾക്ക് ബൈക്ക് ഉണ്ടാവാം, ഒരാൾക്ക് കാർ ഉണ്ടാവാം. അങ്ങനെ നോക്കിയേ, ഒരൊറ്റ വീട്ടിൽ തന്നെയാണ് ഇത്രയും വെഹിക്കിൾസ് വരുന്നത് അല്ലെ. അപ്പൊ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അതിന്റെ പിറകുന്ന് സ്മോക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെ? സ്മോക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഈ സ്മോക്ക് എന്ന് പറയുന്നത്, പുക എന്ന് പറയുന്നത് വായുവിനെ മലിനമാക്കുന്ന സാധനല്ലേ. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? എയർ പൊല്യൂഷൻ ആണ്, അഥവാ എന്ത് മലിനീകരണം നമുക്ക് പറയാം? വായു മലിനീകരണമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പറയാം അല്ലെ. ഇനി നോക്കിയേ, ഒരു ആന ഉണ്ട് അവിടെ, ഭയങ്കര എലഫന്റ് ഭയങ്കര സങ്കടമായിട്ട് നിൽക്കാല്ലേ. കാരണം എന്താ? അത് താമസിച്ചിരുന്ന അതിന്റെ ആവാസ സ്ഥലമായിരുന്ന ഹാബിറ്റാറ്റ് ആയിരുന്ന കാടുകൾ മുഴുവൻ മനുഷ്യര് വെട്ടി നശിപ്പിച്ചു അല്ലെ. എന്നിട്ട് നോക്കിയേ, ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്? അപ്പൊ കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫോറസ്റ്റേഷൻ. എന്താ പറയാ? ഡീഫോറസ്റ്റേഷൻ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? വനനശീകരണം എന്ന് നമുക്ക് പറയാം. അതുപോലെ നോക്കിയേ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്? ഇവിടെ ദാ കുറേ പ്ലാസ്റ്റിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാസ്റ്റിക് ബേൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് അല്ലെങ്കിൽ എന്താ നമുക്ക് സഹിക്കാൻ പറ്റുന്ന സ്മെല്ലല്ല അല്ല വരെ, ഒരുമാതിരി ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്ത് പൊല്യൂട്ടഡ് ആവുന്നുണ്ട്? എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്, വായു മലിനീകരണം നടക്കുന്നുണ്ട്. പിന്നെ നോക്കിയേ, വെള്ളം കിട്ടാത്ത അവസ്ഥ നമുക്ക് വരുന്നുണ്ട് അല്ലെ. ഡ്രോട്ട് അഥവാ വരൾച്ച വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. മരങ്ങൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ റെയിൻ ഉണ്ടാവില്ല അല്ലെ, മഴ ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമുക്ക് വരൾച്ച വരും, അല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നോക്കിയേ, കുന്നുകളൊക്കെ ഇടിച്ചത് കാരണം എന്ത് വരുന്നുണ്ട്? മലയിലൊന്നും മരങ്ങളില്ലാത്തത് കൊണ്ട് അവിടുന്ന് വെള്ളം ഒന്നായിട്ട് താഴേക്ക് വന്നിട്ടില്ല, താഴെ ഭാഗത്തേക്ക് വന്നിട്ട് ഫ്ലഡ് വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വെള്ളപ്പൊക്കം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നോക്കിയേ, ഗാർബേജസ് അല്ലെ, ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗാർബേജസ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.